കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അല്ല, ഇതിൻ്റെ അകത്തൊരു മാന്ത്രികമായ ഒരു ഇടപെടൽ കാണാതെ ഇത് സ്വാഭാവികമായിട്ട് സത്യസന്ധമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടി അന്വേഷിക്കണത് എന്താണ്? ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ് ഉടമ്പടി അന്വേഷിക്കുന്നത്. നീ ഉടമ്പടി ചെയ്തിട്ട് ദൈവരാജ്യം അനുസരിച്ച് നീ ജീവിച്ച് കഴിയുമ്പോൾ നിനക്ക് ലഭിക്കുന്ന റിസൾട്ട് എന്താണ്? അതിൽ സന്തോഷിക്കാനുള്ളൊരു അഭിഷേകം നിനക്ക് തരും. അതിനാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമെന്ന് പറയണത്. പിടികിട്ടിയ? അതായത് സത്യം പരമാർത്ഥമായിട്ട് നീ ഉടമ്പടി ജീവിക്കുന്നു. ദൈവത്തിൻ്റെ വചനം, നിങ്ങൾക്കറിയാം ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഉടമ്പടി ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അതിൻ്റെ കൂടെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയുള്ള പദ്ധതികളുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഉടമ്പടി ബേസിക്കായിട്ട് എന്താണ്? ഒരു പ്രാർത്ഥന പദ്ധതിയാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതുമാണ്. പ്രാർത്ഥന ചൊല്ലേണ്ടതും പദ്ധതി ചെയ്യേണ്ടതും. പക്ഷേ ചെയ്യുന്ന ആളും ചെയ്യുന്ന ആളും ഉറപ്പുവരുത്തേണ്ടത് എന്താണ്? ദൈവരാജ്യത്തിലായിരിക്കണം. അതാണ് വിഷയം. ചെല്ലുന്ന ആളും ചെയ്യുന്ന ആളും ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥന ചെല്ലുന്ന ആളും പ്രാർത്ഥന പദ്ധതി ചെയ്യുന്ന ആളും എന്താ ചെയ്യേണ്ടത്? ദൈവരാജ്യത്തിലായിരിക്കണം. ഇപ്പോൾ ദൈവരാജ്യത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അനുപേക്ഷിതമായിട്ട് തന്നെയായിരിക്കണം നമ്മുടെ എല്ലാവിധ വ്യവഹാരങ്ങളും നടക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് റിസൾട്ട് സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ട്യ നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അലോട്ട്മെൻറ്റ് സന്തോഷമുണ്ടാകും. എന്താ കാര്യം? ഞാൻ ദൈവരാജ്യത്തിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകാനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം. ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കണില്ല, പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സന്തോഷിക്കും. അതിനാണ് പരിശുദ്ധാത്മാവ് സന്തോഷം എന്ന് പറയുന്നത്. വെള്ളം അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്പിരിറ്റ് അല്ലത്. അതായത് നിങ്ങൾ വിചാരിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവ് തുള്ളിച്ചാടും. പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. എലിസബത്തിനെ കണ്ടപ്പോൾ, മേരിയെ കണ്ടപ്പോൾ എലിസബത്തിൻ്റെ ശിശു പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീടുമ്പോൾ കർത്താവ് ആത്മാവിൽ ആനന്ദിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ മൗലിക ഭാഗമാണ് ഈ ആനന്ദം. Take 2 beds. Thank you. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്ക 1:44. ലൂക്ക 1:44. ഇതാ നിന്റെ അഭിവാദന സ്വരം, നിന്റെ മറിയത്തിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. എന്താ കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറ്റിയെന്നാണ്. ഒരു ഉടമ്പടിയെ കണ്ടപ്പോഴാണ്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ കണ്ടും അതാണ് പരിശുദ്ധാത്മാവ് സന്തോഷിച്ചത്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ചത് ആരാണ്? കക്ഷി, നമ്മുടെ ആള്. ഉടമ്പടിക്ക് കൈയും കാലും വെച്ച ഒരാളെ ആര് കണ്ടു? എലിസബത്ത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതാണ് വിഷയം. ആരെയാണ് എലിസബത്ത് കണ്ടത്? മറിയത്തെ. മറിയം എന്താണ്? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ്, കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. അതായത് കർത്താവിന്റെ വചനം നിറവേറുമെന്ന് വിശ്വസിച്ച ഒരു ഉടമ്പടി സാക്ഷിയെ കാണുകയാണ്. ഉടനെ പരിശുദ്ധാത്മാവ് സന്തോഷിച്ചു. അതുപോലെ തന്നെ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള നമ്മുടെ ഭാഗത്തുനിന്ന് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാകണം. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കുറവുണ്ടെന്നോ. 2 തരം. നിങ്ങൾക്ക് ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ മൗലികമായ സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. സന്തോഷം ഉണ്ടായില്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ, ഇപ്പോൾ ഒരു ആശുപത്രി രോഗിയെ പോയി കാണുന്നു. അപ്പോൾ പറയാം, എൻ്റെ അച്ഛാ ഞങ്ങളുടെ നാട്ടിലെങ്കിലും ഗവൺമെൻറ് ആശുപത്രി ഇല്ല. പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെ ആൾക്കാരെ കയറ്റണം ഭയങ്കര പാടാണ്. ഗവൺമെൻറ് ആശുപത്രി ഒരു സമയം വെച്ച് ആൾക്കാരെ കയറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ആശുപത്രി ഇല്ല. അതുകൊണ്ട് ഞാൻ കോട്ടയത്ത് പോയി ഒരു ആശുപത്രി കണ്ടിട്ട് ഇവർ കണ്ടിട്ടും തീരണില്ല രോഗികളെ.
എന്താണ്? കാണുകയും കയ്യിലുള്ളത് കൊടുക്കുകയും അവരോട് ആദ്യം കാണുന്ന ആൾക്കാരാണ്. ആദ്യം കാണുകയും കയ്യിലുള്ള സംസാരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് വല്ലാത്ത പരിശുദ്ധാത്മാവ് നിറയണാണ്. എന്താ കാര്യം? അവർ ഉടമ്പടി നിറവേറ്റുകയും അതിലൂടെ അവർക്ക് സന്തോഷം കിട്ടണേ. അത് അവരറിയാതെ വരുന്ന സന്തോഷമാണ്. എന്താണ്? അവരിലുള്ള പരിശുദ്ധാത്മാവ് അവരുടെ ജോലി കണ്ട് സന്തോഷിക്കലാണ്. ശ്രദ്ധിക്കട്ടെ. രണ്ടാമത്, ഇവർക്ക് ഉണ്ടാകുന്ന പ്രത്യാശയാണ് സന്തോഷത്തിൻ്റെ കാരണം. എലിസബത്തിൽ അതൊരു ഷെയർഡ് ജോയിയാണ്, ഡബിൾഡ് ജോയിയാണത്. ഷെയർഡ് ജോയി, ഡബിൾഡ് ജോയി വെച്ച് കഴിഞ്ഞാൽ സന്തോഷം ഇരട്ടിപ്പിക്കണമാണ്. എലിസബത്ത് പറയണത്, എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എന്താണ് കാര്യം? കർത്താവ് നിന്നോട് അരുളി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ്, നീ വിശ്വസിച്ചതില് എനിക്ക് സന്തോഷമുണ്ട്. എന്താ കാരണം? കർത്താവ് എന്നോടും അതുപോലെ അരുളി ചെയ്തിട്ടുണ്ട്. അത് നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കാൻ നീ കാരണമായി. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്നുള്ള ഒരു സബ്ജക്റ്റ് ഉടമ്പടിയുടെ 6ാമത്തെ ഫീച്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ കണ്ടത്. ഈ ശുഭമാക്കുന്നതും ദൈവം ഒരു കാര്യം ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ റേഞ്ച് ആൻഡ് റേറ്റിംഗ് അനുസരിച്ചുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത്. ഇപ്പം പല കാര്യങ്ങളും നടക്കുന്നത് നമ്മളുടെ ഒരു രീതി അനുസരിച്ചാണ്. നമ്മളുടെ രീതി അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ഉടമ്പടി നടക്കേണ്ടിയിരുന്നത്, ഇപ്പം പലരും സാക്ഷ്യം പറയുന്നില്ലേ, ആ സാക്ഷ്യമൊക്കെ പലതും മാനുഷിക സാക്ഷ്യങ്ങളാണ്. അവരാഗ്രഹിച്ച കാര്യം നടന്നു എന്നാണ് അവർ പറയണത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൽ ദൈവം ആഗ്രഹിച്ച കാര്യങ്ങൾ കാണും. എന്നുവെച്ചാൽ അഡീഷണലായിട്ട് വരുന്ന ബെനിഫിറ്റ്സാണ് ഈ ശുഭമാക്കുക എന്നുള്ളതിൻ്റെ അടയാളമെന്ന് പറയുന്നത്. അഡീഷണൽ ബെനിഫിറ്റ്സ് ഒരു വിഷയത്തിൽ ഇപ്പം നമ്മുടെ ഇവരുടെ ആരാണ്, രമ്യ രവീന്ദ്രൻ്റെ സാക്ഷ്യം എടുത്തു കഴിഞ്ഞാൽ, രമ്യ രവീന്ദ്രന് അവരുടെ ഇറങ്ങാൻ പറഞ്ഞവരോട്, അവരുടെ 1 മാസമല്ലേ ഹോസ്റ്റലിൽ താമസിക്കുന്നുള്ളത്, 25 ദിവസമൊക്കെ മെമ്മോ വന്നു, ഇതേ നിങ്ങളുടെ ടൈം കഴിഞ്ഞു, ഇനി 5 ദിവസം മാത്രമേ ഉള്ളൂ, ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേക്കാൻ പറഞ്ഞു. ഇവർ വെട്ടുപേർത്ത് പോയി. എന്താ കാര്യം? ഇതുവരെക്കും വീടൊന്നും കിട്ടിയിട്ടില്ല. വീട് കിട്ടാത്തതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. എന്താ കാര്യം? ഭർത്താവിനും ഭാര്യയ്ക്കും അതവിടെ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കണത് എന്ന് ചോദിക്കും. അപ്പോൾ ഞാനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്, എൻ്റെ 2 മക്കളുണ്ടെന്നല്ലേ നമ്മൾ ഫീഡ് ചെയ്യണത്. അപ്പോൾ റിജക്റ്റായി പോകും. എന്താ കാര്യം? ഭർത്താവിൻ്റെ ശമ്പളം ഉടനെ ചോദിക്കും. ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും ഉടനെ. അപ്പോൾ ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കും, ഞങ്ങൾക്ക് ജോലിയില്ലല്ല, അപ്പോൾ വീടില്ല, ക്യാൻസൽ, അപ്പം മെറിറ്റില്ല അവിടെ. അതാ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയും. ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും മെറിറ്റ് നമുക്കുണ്ടാകത്തില്ല. ഭർത്താവിൻ്റെ ശമ്പളം ചോദിക്കുമ്പോൾ ശമ്പളമില്ല, ജോലിയില്ലെന്ന് പറയും. അപ്പോൾ ഉടനെ ഇവിടെ ആപ്ലിക്കേഷൻ എല്ലാം റിജക്റ്റ് ആവും. അപ്പോൾ ഇവരിപ്പോൾ എന്ത് സംഭവം? ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിരിക്കണേ. അതേസമയം തന്നെ ഭർത്താവിന് ജോലി ഇല്ലാത്ത കാരണം ശമ്പളവുമില്ല, ഒരുമിച്ച് ഒരു വീട് കിട്ടാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട്. ലീഗൽ പോയിൻ്റ് തടസ്സമാണ്, ലീഗലി കിട്ടത്തില്ല. ഇവരെന്ത് ചെയ്ത്? ഇവർ പുറത്ത്. അപ്പോൾ ഇവർ എപ്പോഴും പള്ളിയിൽ പോകുന്ന ഒരു അച്ഛനുണ്ട് അവിടെ, ഇംഗ്ലീഷ് ചർച്ചിൽ പോകണ. രമ്യ രവീന്ദ്രനാണെങ്കിൽ അവിടെയാണെങ്കിൽ ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്നുണ്ട്. ഷീസ് ഇൻ കവനൻറ്റ്, അതായത് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചുണ്ട്, ഞങ്ങളെപ്പോഴും പോകുന്നൊരു ഇംഗ്ലീഷ് ചർച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. യൂറോപ്പിലൊക്കെ ഇംഗ്ലീഷ് ചർച്ചൊക്കെ കൊടുത്ത് ആൾക്കാർക്ക് വില കൊടുക്കണമെന്നൊക്കെയാണ് പത്രത്തിലൊക്കെ വരുന്നത്. അപ്പോഴും ഇവർ പക്ഷേ അത് കുറേ കള്ള വാർത്തയാണ്. എന്താ കാര്യം? ഈ രമ്യ രവീന്ദ്രൻ പോകുന്ന ഒരു ഇംഗ്ലീഷ് ചർച്ചിലാണ്. ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരോട് പറഞ്ഞു അപ്പോൾ ഈ ഇംഗ്ലീഷ് ചർച്ചിൽ അച്ഛൻ ഇവരെ വിളിപ്പിച്ചു പറഞ്ഞു, ശരി വൈകുന്നേരം വന്ന് എന്നെ കാണാൻ പറഞ്ഞു. ഭാര്യയും ഭർത്താവും കൂടി വൈകുന്നേരം കാണാൻ ചെന്നപ്പോൾ ഉണ്ട് 10 മണി ഇരുന്നിട്ട് അച്ഛനില്ല അവിടെ. അച്ഛൻ വിചാരിച്ചത് സൺഡേയിൽ വരുന്ന കൂട്ടായ്മയിൽ ഒരു സായിപ്പിനും മദാമയ്ക്കും ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, അവർക്ക് വീടുണ്ട്, അത് സെറ്റാക്കി തരാമെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പോൾ ഇവർ രണ്ടുപേരും അച്ഛനെ കാണാൻ ചെന്നപ്പോഴുണ്ട് അച്ഛൻ വേറെ എന്തോ കാര്യത്തിൽ ബിസിയായിപ്പോയി, അച്ഛൻ അവിടെ ഇല്ല. ഇവർ 10 മണി വരെ മേടയിൽ അങ്ങനെ ഇരിക്കും. 10 മണിയായി കഴിയുമ്പോൾ ഇവർ നോക്കുമ്പോൾ ഇവിടെ തലക്ക് മുകളിൽ മാതാവ് നിൽക്കുകയാണ്. ഒരു ഗ്രോട്ടോയിലാണ് ഇരിക്കണത്. അവിടെ. അപ്പോൾ മാതാവ്, അപ്പോൾ അവളെന്ത് ചെയ്ത്? അവൾ ഉടനെ ലൈറ്റ് ആക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഇട്ട് അവിടെ നിന്ന്. ഞാനങ്ങനെ ഓർക്കുകയെ
പണ്ട് ഈ 2015 ലൈറ്റക്ക ഈ ഉടമ്പടിയും ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റ് ഒരുമിച്ചാണ് വന്നത്. എനിക്കിതേക്കുറിച്ച് രണ്ടിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ആവശ്യ ഡിസ്കഷൻ നടത്തിയിട്ട് പെട്ടെന്ന് ലോഞ്ച് ചെയ്യണേ ഇത്. ഈ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. ചുമ്മാ കണ്ടുപിടിച്ചെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലിങ്ക് എൻ്റെ കിട്ടി. ആ ലിങ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതുവഴി അമ്മയോട് ലോകത്തിൽ ഏത് അന്റാർട്ടിക്കയിൽ ഇരുന്നാലും ശരി, അവിടെയുള്ള ആൾക്കാർക്ക് ധ്യാനവും പ്രാർത്ഥനയും പള്ളിയും ഒന്നും ഇല്ലല്ലോ, അവർക്കൊരു വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ലിങ്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കമ്പ്യൂട്ടർ എഞ്ചിനീയറിനോട് ഞങ്ങൾ ചോദിച്ചു. ഞാൻ ജോമോൾ പറഞ്ഞപ്പോൾ ജോമോൾ പറഞ്ഞ് ഇന്ന ആളോടൊക്കെ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഡിക്സൺ എന്ന് പറയും, ഇപ്പോഴും അദ്ദേഹം തന്നെ നമ്മുടെ എഞ്ചിനീയർ. ഡിക്സൺ പറഞ്ഞ് നമുക്ക് ഇന്നൊരു രീതിയായിട്ട് അത് മോഡുലേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മോഡുലേറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് സംഭവിച്ചത് നിങ്ങൾക്കറിയാമല്ലോ, ഈ ദൈവത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവം ശുഭമാക്കും. ഞാനിങ്ങനെ ഒരു ലിങ്ക് കൊടുത്തതേ ഉള്ളൂ, പക്ഷേ അയാൾ ചെയ്തത് വെടിക്കെട്ട് സംഭവമാണ്. അതായത് നമ്മൾ ഉടമ്പടി കാലത്തിലാണ്, ഉടമ്പടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ദൈവമാണത് അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ചിട്ട് അത് ഇപ്പം നമ്മൾ അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ ഇങ്ങനെ അവിടെ അന്റാർട്ടിക്കയിലോ അമേരിക്കയൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കമ്പ്യൂട്ടറിട്ട് കളിപ്പിക്കുമ്പോൾ ഉടനെ ദൈവം ഉത്തരം പറയാനാണ്. അതെ, അത് ശരിയാണ്. ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രാപിക്കാൻ പ്രയാസമാണ്, തെറ്റില്ല. പക്ഷേ ദൈവത്തെ കൊണ്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെ അടയാളങ്ങളിലൂടെയാണ് ജീവിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വിസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്കെല്ലാം സാധ്യമാണ്. മർക്കോസ് 9:23 വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. എന്താ കാര്യം സാധിക്കാൻ കാരണം എന്താണ്? വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവം അവന് എല്ലാം ശുഭമാക്കി കൊടുക്കും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി 39:23 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉൽപ്പത്തി 39:23 ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ശുഭമാക്കേണ്ടത് ആരാണ്? അപ്പോഴ് നമ്മളല്ല, കർത്താവാണ്. നമ്മുടെ മുമ്പിലുള്ള എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ അരുവ മൂർച്ചയുള്ളതാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് തേച്ച് കൊടുക്കണം. എപ്പോഴും നമ്മളെ ഇപ്പോൾ കൊയ്യാൻ പോകണം. ഇപ്പോൾ കൊയ്ത്തില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം മെഷീനാണ് കൊയ്യണത്. ഓക്കെ, അതിങ്ങനെ കൊയ്താൽ മതിയായിരുന്നു. കൊയ്ത കറ്റ് എടുക്കാൻ ആളില്ലാതെ നെല്ല് കുട്ടനാട്ടിൽ കിടന്ന് ചെയ്യണം. എന്തൊരു സങ്കടകരമാണ്. അത് നിരുത്തരവാദമാണ് ആ വിഷയങ്ങൾ. ഒത്തിരിയേറെ പേര് അതിൻ്റെ പേര് ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നെല്ല് എടുത്തു മാറ്റാനും നിവൃത്തിയില്ല. പിന്നെ ഒരു ബഡ്ജറ്റ് തുക ഉണ്ടാകൊണ്ട് ഇവർക്ക് പൈസ കിട്ടുമായിരിക്കും. പക്ഷെ അത് ആർക്കും ഇല്ലാതെ മഴ നനഞ്ഞ് ചീഞ്ഞ് പോകുമ്പോൾ എന്താ അവസ്ഥ? എന്താ ആ വാർത്തയെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. വളരെ സങ്കടകരമായ വിഷമം തോന്നാറുണ്ട്. ഏതായാലും രാജ്യത്തെ എല്ലാവരെയും ഇപ്പോൾ ആരുടെയും കുഴപ്പമില്ലത് നമ്മുടെ കെടുകാര്യസ്ഥയാണെന്ന് പറയാനും പറ്റത്തില്ല. നമ്മുടെ അവസ്ഥ അതാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടാകണം. നിങ്ങൾ ഈ ഒരു കൈ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ആരാധന. ഹല്ലേലൂയ 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 ശിവല ഭരണ സംവിധാനങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 പൊതുജനത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കൊയ്യാൻ പോകുന്നവര്, നിങ്ങളാരും കൊയ്യാൻ പോകില്ലെന്ന് എനിക്കറിയാം. ഈ തലമുറയും കൊയ്ത് കാണത്തില്ല. പക്ഷേ കൊയ്യാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? ആ, കൊയ്യാൻ പോകുന്നവർ ആദ്യം എന്താ ചെയ്യണത്? അപ്പം നമ്മൾ വിളഞ്ഞ് കിടക്കുന്ന പാടശേഖരം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ആന കരിമ്പിൻ കട്ടിക്കറിയ പോലെ ചാടി ഇറങ്ങുകയാണ് ചെയ്യണത്. അല്ല, അവരെ ഒന്ന് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ പാടത്തിൻ്റെ വരമ്പേ ഇരുന്നുകൊണ്ട് ആ അരിവ നല്ലോണം മൂർച്ച വെച്ചിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കും.
അല്ലേ? മൂർച്ച പരിശോധിക്കും അല്ലേ? അതാണ് നമ്മളുടെ ഉടമ്പടിയുടെ കൊയ്ത്തിൻ്റെ കത്തി എന്ന് പറഞ്ഞാൽ 4 കത്തികളാണ് ഉപയോഗിക്കുന്നത്. എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം, സമർപ്പണം. ഇതിൻ്റെ മൂർച്ച ഇടയ്ക്കിടയ്ക്ക് കൂട്ടണം. അയ്യോ ഇത് മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാൽ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് നിങ്ങൾ പറയരുത്. ഇതിൻ്റെ മൂർച്ചയും കൂട്ടിക്കൊണ്ടിരുന്നാലേ കണ്ടവൻ കൊയ്തുകൊണ്ട് പോകുമെന്ന് പറയരുത്. എന്താ ചെയ്യേണ്ടത്? നല്ലവണ്ണം കൊയ്യണമെങ്കിലും ഇതിൻ്റെ മൂർച്ച ഉണ്ടാകണം. അപ്പോൾ കൊയ്ത്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധനയുള്ളത്. കൊയ്ത് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം തന്നെയാണ് മൂർച്ച പരിശോധന. അപ്പം നമ്മളുടെ ഉടമ്പടി വച്ചിരിക്കുന്ന ഉദ്യമങ്ങളും നിയോഗങ്ങളുടെ തന്നെ ഭാഗമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കുക എന്നുള്ളത്. വിശ്വാസം പരിശോധിക്കാൻ ചിലപ്പോൾ ദൈവം തന്നെ ചില സമയത്ത് ചില അവസരങ്ങൾ തരും. ചിലപ്പോൾ വിഷയം ലാഗായി പോകും, അല്പം ദീർഘിച്ചു പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിടിയാതെ, മനസ്സ് മടിയാതെ കാത്തിരിക്കണം. എന്താ കാര്യം? എന്നിട്ട് നിങ്ങൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഉടമ്പടിയുമായിട്ട് മുന്നോട്ട് പോകണം. ഒന്നും സംഭവിച്ചിട്ടില്ല, നമുക്കറിയാം സംഭവം താമസിക്കുന്നുണ്ടെന്ന്. നിങ്ങളുടെ വിസ വരാൻ താമസിക്കുന്നുണ്ട്, ഓഫർ ലെറ്റർ വരാൻ താമസിക്കുന്നുണ്ട്, പരീക്ഷ, നിങ്ങളുടെ പല കാര്യങ്ങളും താമസിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ നിങ്ങളുടെ എഴുന്നേക്കാൻ താമസിച്ചു, പ്രാർത്ഥന ചെല്ലാൻ താമസിച്ചു, അതുപോലെ തന്നെ പത്രം കൊടുക്കാൻ താമസിച്ചു, രോഗികളെ കാണാൻ താമസിച്ചു, അങ്ങനെ വരരുത്. ഉടമ്പടി വിഷയങ്ങൾ താമസിക്കുമ്പോഴും ആസിഫ് നത്തിങ് ഹാപ്പൻ എന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ എന്താണ്? നിങ്ങളുടെ മൂർച്ചയുള്ളവരായി നിങ്ങൾ മാറും. നിങ്ങളുടെ വിശ്വാസത്തിൽ ഓക്കെയാണ്, പ്രത്യാശയിൽ ഓക്കെയാണ്, അത് സമർപ്പണത്തിൽ ഓക്കെയാണ്, നിങ്ങൾ ബലിഷ്ഠരാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മുടെ ഉദ്യമങ്ങളെ ശുഭമാക്കേണ്ടത് ആരാണ്? നമ്മളല്ല. ആരാണ് ശുഭമാക്കുക? അതാണ് നമ്മൾ വായിച്ചത് ഉൽപ്പത്തി 39:23. ജോസഫ് ചെയ്ത എല്ലാത്തിനെയും അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവമാണ് ലൈറ്റ് എ ക്യാൻഡിൽ. ലൈറ്റ് എ ക്യാൻഡിൽ പേർക്കസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അവിടെ നിന്നൊരു കമ്പ്യൂട്ടർ മെക്കാനിസമാണ് നടക്കുന്നത്. പക്ഷേ അത് ദൈവം ഓൺ ചെയ്യും. അതാണ് അവൻ ചെയ്തതെല്ലാം അവിടുന്ന് ശുഭമാക്കുകയും ചെയ്തു. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം ഓൺ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ നമ്മൾ ആദ്യം ഓൺ ചെയ്യണം. പിടികിട്ടിയാ? സിമ്പിളാണ് സംഭവം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇന്നലെ ഞാനൊരു കന്യാസ്ത്രീ മഠത്തിൽ പോയി. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെ അസുഖമായിട്ട് കിടപ്പുണ്ട്. വേറെ ചേച്ചിയുടെ കൂടെ കുറേ കന്യാസിമാരുണ്ട്. ഞാൻ അവർക്ക് വലിയ തണ്ണിമത്തനൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആ പറമ്പ് മുഴുവൻ തണ്ണിമത്തൻ കിടക്കണം. ആ പടി ചമ്മിപ്പോയി. എന്നാൽ പിന്നെ വണ്ടിയെടുത്ത് വെച്ചേക്കാന്ന് പറഞ്ഞ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ഞാൻ തണ്ണിമത്തനം കൊണ്ടാണ് വന്നത്, പക്ഷേ ഈ പറമ്പ് മുഴുവൻ തണ്ണിമത്തനാണ്, ഞാൻ ആ പടി ചമ്മി അടപ്പ് തെറിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല അച്ഛാ, കുഴപ്പമില്ല, അതൊന്നും എടുക്കാനായിട്ടില്ല, പാകമായിട്ടില്ല. ഞാൻ സമാധാനമായി. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു എന്താ വെച്ചാൽ, 2 കാര്യം ചേച്ചി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പഴയ പാട്ട് തന്നെയാണ് ഇപ്പോഴും പാടുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടോ ചോദിച്ചു, ഒന്ന് മാറ്റി പിടിച്ചേക്കണേ, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. 2ാമത് ചോദിച്ചത് ഇതുപോലൊരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് ശുഭമാക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശുഭമാക്കുക എന്നുള്ളത് ദൈവം ചെയ്തു തരേണ്ടതാണ്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടിയുടെ കാര്യം നമ്മൾ ശുഭമാക്കണം. നമ്മളെ പകുതി ഈ വവ്വാല് തേങ്ങ കടിച്ച പോലെ വരരുത്. പല ഉടമ്പടിയുടെ അവസ്ഥ അതാണ്. നമ്മൾ തല്ലിമരത്തിന് താഴെ ചെന്ന് കഴിഞ്ഞാൽ പല തല്ലിത്തേങ്ങ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇല്ലല്ലേ? ഇവിടെ എല്ലാം അല്ലേ, കാനഡയിലാണ് അല്ലേ? അത് തല്ലിമരത്തിൽ നിന്ന് നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ബദാമാണത്. അത് ചെന്ന് ഇത് കടിക്കുമ്പോൾ തന്നെ അത് താഴെ വീഴും. പിന്നെ പറഞ്ഞ് താഴെ വരത്തില്ല, അതതിനേരെ പോയി. അതുപോലെയാണ് ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്നത്. ചപ്പ്, വവ്വാല് ചപ്പണ പോലെ ചപ്പും, പിന്നെ പകുതി ഇട്ടച്ചും പോവും. ഇങ്ങനെ വന്ന് നമ്മൾ ശുഭമാക്കത്തില്ല ഉടമ്പടി. അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ഞാൻ അങ്ങയോട് ചെയ്ത വാഗ്ദാനങ്ങളെ ശുഭമാക്കുകയും അങ്ങയുടെ
പ്രമാണങ്ങള് അതുപോലെ സ്നേഹത്തോടെ അനുസരിക്കുകയും ചെയ്യാൻ എന്നെ സഹായിക്കണമേ. അപ്പോഴാണ് ഈ ശുഭമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം. അപ്പൊ ഇപ്പൊ ഈ രമ്യ രവീന്ദ്രൻ പെട്ടെന്ന് അവിടെ നിന്നുണ്ട്. എന്താണ് അച്ഛൻ 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ രാത്രി 10 മണി കഴിഞ്ഞിട്ട് അച്ഛനെ കാണാനില്ല, ഇടവക അച്ഛനെ കാണാനില്ല. ഭാര്യയും ഭർത്താവും കൂടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ രമ്യ രവീന്ദ്രൻ അവിടെ ഇരുന്നും പറഞ്ഞു, അവൾ ഉടനെ ലൈറ്റേക്കാൻ്റെ പെരക്വസ്റ്റ് ഇട്ടു. അത് എപ്പോൾ വേണമെങ്കിൽ ഇടാമല്ലോ. നമുക്ക് ലൈറ്റ്നിങ് അറേഞ്ച്മെൻ്റാണ്. നമുക്കൊരു മിസ്സിങ് വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തോടുള്ള പെട്ടെന്നുള്ള അറേഞ്ച്മെൻറ്റാണ് ലൈറ്റേക്കാൻ്റെ പെരക്വസ്റ്റ്. അതിട്ട് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞാൽ അതിവിടെ ആൾ ഉറങ്ങിയാലും എടുത്തില്ലേലും ആരെടുക്കും? എടുക്കേണ്ട ആളെടുക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങൾ ലൈറ്റേക്കാൻ പെരക്വസ്റ്റ് കൃപാസനത്തിലോട്ടല്ല, പിന്നെ എന്താണ്? കൃപാസന ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അടുത്തേക്കാണ്. കൈയടിക്കട്ടെ. അപ്പൊ രമ്യ രവീന്ദ്രനും ഭർത്താവും കൂടി വിഷമിച്ച് അവർ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ്. കയറാനും പറ്റാത്ത കണ്ടീഷനാണ്. ഒരോടുമില്ല പരോടുമില്ല നിൽക്കുകയാണ്. അപ്പോഴാണ് രമ്യ ലൈറ്റേക്കാൻ്റെ പേര് കസിട്ടിട്ട് പറഞ്ഞ് വീടില്ല അമ്മയെന്ന് പറയും. അത്രേ ഉള്ളൂ. വീടില്ല അമ്മയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൾ ഫോൺ ഓഫ് ചെയ്യണമെമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. ഉടനെ രമ്യ പറയും, ഇത് ഏത് ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കണം, വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞൊരു പരസ്യമാണ്. മെസ്സേജല്ല, പരസ്യം. ആ പരസ്യം കണ്ടാണ് വീട് കൊടുക്കാനുണ്ടെന്ന് പരസ്യം. ആ സെക്കൻഡാണ് ഫോൺ ഓഫ് ചെയ്യണമെങ്കിൽ തന്നെ പരസ്യം വന്ന് വീട് കൊടുക്കാനുണ്ടെന്ന്. രമ്യ അത് ഗവനിച്ചില്ല. എന്താ കാര്യം? ശനിയാഴ്ചയാണ്. ഞായറാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പം ഞായറാഴ്ച എന്ന് വെച്ചാൽ അവരുടെ ഓഫീസുകൾ ശനിയും ഞായറും ഓഫാണ്. അപ്പോൾ ഒരു ഓഫീസിൽ ഒരു പൂച്ചക്കാളിയും ഉണ്ടാകത്തില്ല. അപ്പോൾ പിന്നെ ഇപ്പം അപ്പോൾ ഭർത്താവ് വിളിക്കടി എന്ന് പറഞ്ഞ് അപ്പോൾ ഭർത്താവിന് അറിയത്തില്ലല്ല, ഇംഗ്ലണ്ടിലെ കാര്യം അറിയത്തില്ലല്ല. പുള്ളി ഈ ജസ്റ്റ് ഇടയ്ക്ക് ചെന്നതല്ലേ ഉള്ളു. പറഞ്ഞ് ആരും എടുക്കത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം ഈ ശനിയും ഞായറും ഓഫാണ്. ഒരു സെർവൻസും ഉണ്ടാകത്തില്ല അവിടെ. അവിടുത്തെ ജോലിക്കാരും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴുടനെ ഈ രവീന്ദ്രൻ പറയുവേ, രവീന്ദ്രൻ പക്ഷെ വിശ്വാസിയല്ലായിരുന്നു. രമ്യ പണ്ടൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അത് കേട്ടാണ് രവീന്ദ്രൻ വിശ്വാസിയായത്. രവീന്ദ്രൻ പറഞ്ഞു, എടി നീ ഇപ്പം ലൈറ്റേക്കാൻ്റെ പേരക്കസ് ഇട്ടപ്പോഴല്ലേ വീടിൻ്റെ പരസ്യം വന്നത്? അതപ്പോൾ അത് മാതാവല്ല പിന്നെ ആരാണെന്ന് ചോദിച്ചു. അതാണ് രസം. ഉടനെ അത് രവീന്ദ്രനെ പെട്ടെന്ന് ഓടിത്തിരിഞ്ഞേ. കാര്യം മറ്റവർക്ക് നിയമങ്ങളാണല്ലോ ഇരിക്കുന്നത്, അവർക്ക് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം. രവീന്ദ്രനെ ഈ നിയമത്തിൻ്റെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന, മെരിറ്റല്ലാതെ അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയെക്കുറിച്ച് അറിയാം. അപ്പോൾ അതുകൊണ്ട് നീ എടുക്കെന്ന് പറഞ്ഞ് എടുത്തിട്ട് തിരിച്ച് ഈ നമ്പറിലേക്ക് അവർ തിരിച്ച് രാത്രി വിളിക്കുമ്പോഴുണ്ട് ഒരു ലേഡിയാണ് വളരെ മധുരമായ സമയത്ത് ഇവരോട് സംസാരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ വീടല്ലേ, നിങ്ങളുടെ പേര് പറഞ്ഞ് രമ്യ രവീന്ദ്രൻ തങ്കമണി. ഉടനെ അവരും പറയും രമ്യ രവീന്ദ്രൻ തങ്കമണി. അത് അവരും പറയും. അതുപോലെ തന്നെ വളരെ സൗമ്യതയോടെ, ഇങ്ങനെ സൗമ്യതയോടെ ആരും സംസാരിക്കണം കേട്ടിട്ടില്ല. ശരി, നിങ്ങൾക്ക് നാളെ 10 മണിക്ക് ഇവിടുന്ന് ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 10 മണിക്ക് ഇവിടുന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് ഓക്കെ താങ്ക് യു പറഞ്ഞ് അവസാനിച്ച് അവർ പോകുന്നു, ഹോസ്റ്റലിലോട്ട് പോകുന്നു. 10 മണി വരെ കാത്തിരുന്നിട്ട് ആരും വിളിക്കണില്ല. അപ്പോഴേ ഇവർ തിരിച്ചങ്ങോട്ട് വിളിച്ചിട്ട് ഇന്നലെ രാത്രി ഞാൻ 10 മണിക്ക് വിളിച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ വീടിൻ്റെ ഒരു ആവശ്യമാണ്, 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. ഇപ്പോൾ മണി 11 നിങ്ങളാരും എന്നെ വിളിച്ചില്ല. അപ്പോൾ അവർ പറയണേ ഞങ്ങളുടെ ഓഫീസിൽ ലേഡി സ്റ്റാഫ് ഇല്ലെന്ന്. അതാണ് മനസ്സിലായില്ല ആളാരാണെന്ന്? മനസ്സിലായില്ലേ? രമ്യ പറയും അത് ആ മാതാവാണ് എടുത്തതെന്ന്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ വിളിക്കുമ്പോൾ ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഇട്ടിരിക്കണതാണ്. നമ്മളെ ലൈറ്റേക്കാൻ്റെ പേരക്വസ്റ്റ് ഈ ഇംഗ്ലണ്ടിലെ ഞായറാഴ്ച രാത്രി ആ ഓഫീസിൽ സെർവൻ്റ് ഇല്ല. ആ ഓഫീസ് തന്നെ പറയുകയാണ് ഇവിടെ സെർവൻ്റ് ഇല്ല ഞങ്ങൾക്ക്. അത് തന്നെയല്ല ഞങ്ങളുടെ സ്റ്റാഫിൽ ലേഡീസ് സ്റ്റാഫില്ല, ലേഡീസ് ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ മനസ്സിലായി അമ്മയാണ് ഈ ഉടമ്പടി ഇത് എടുത്തിരിക്കണമെന്ന്. അമ്മ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുകയെ ആൾക്കാരെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്ക് ഈ ആൾക്കാരുടെ സാക്ഷ്യം പറയുമ്പോൾ മുഴുവനും പ്രസൻസിൻ്റെ സാക്ഷിയാണ് വരണത്. പ്രസൻസ് ഭയങ്കരമാണ്. സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, മാതാവ് നേരിട്ട് ചെന്ന് നടത്തിയ കാര്യങ്ങൾ എല്ലാം ബൈ പേഴ്സൺ ഇൻവോൾവ് ആണ് എല്ലാത്തിലും. അത് നമ്മൾ ഒരു പ്രാർത്ഥനാരൂപത്തിലും കാണാത്ത ഒരു പ്രതിഭാസമാണ്.
എല്ലാ വിഷയത്തിലും അമ്മ ബൈ പേഴ്സൺ. നിങ്ങൾ വൃത്തിയും മെനയും ഉള്ളവരാണ്, സത്യസന്ധമായിട്ടാണ് ഉടമ്പടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മ പ്രസൻസായിട്ട് കൂടെ ഉണ്ടാവും. അത് ഏത് ഗോകർണത്താണെന്ന് പറഞ്ഞാലും അമേരിക്കയിലാണെന്ന് പറഞ്ഞാലും അമ്മ ഉണ്ടാവൂടാ. എന്നിട്ട് അത് നിന്ന് നമുക്ക് വേണ്ടി നിന്ന് ചെയ്ത് മാറ്റണ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഉടനെ ഇത് കഴിഞ്ഞപ്പോൾ ഇവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പേര് രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞു ഓക്കെ നിങ്ങളുടെ വ്യൂ അതായത് അവിടെ ഒരു വീട് വേണമെന്നുണ്ടെങ്കിൽ ആ വീടിൻ്റെ ഏജൻസിനെ നമ്മൾ ആ ഓഫീസിലേക്ക് അറിയിക്കണ കഴിയുമ്പോൾ അവർ നമ്മുടെ വ്യൂ നമ്പർ തരും. എന്ന് വെച്ചാൽ 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് പറയും. 46-ാം നമ്പറാണ് നിങ്ങളുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങൾ പറയുന്ന വീട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീട് വാങ്ങിക്കാൻ വേണ്ടി 46 പേര് ക്യൂവിലുണ്ട്. അവർ വന്ന് 45 പേരും വന്ന് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലാൻഡ് ലോഡിന് ഈ വീടിൻ്റെ ഉടമസ്ഥനും കൂടി ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ഉടമസ്ഥന് കൂടി ഇഷ്ടപ്പെടണം നിങ്ങൾ. അങ്ങനെ ഇട്ടാൽ ആ നമ്പർ 46-ആണ്. അപ്പം കിട്ടാൻ സാധ്യതയില്ല. പിന്നെ അതൊരു ലീഗൽ പ്രൊസീജിയറാണെന്ന് അവർ പറയും. ലീഗൽ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ രമ്യയ്ക്ക് കാര്യം മനസ്സിലാവും. എന്താണ് ലീഗൽ പ്രൊസീജിയറിൽ വരുമ്പോൾ ഭർത്താവ് പണി മേടിക്കും. കാര്യം എന്താണ്, അയാൾക്ക് ജോലിയില്ല, ശമ്പളമില്ല, സാധനം തള്ളിപ്പോയി പോരെയായി. അപ്പോൾ ഉടനെ രമ്യ നോക്കുമ്പോൾ മാതാവ് ഈ ലാൻഡ് ലോഡിൻ്റെ നമ്പർ കാണിച്ചു കൊടുക്കും ഈ കമ്പനിയുടെ താഴെ. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. എന്നുവെച്ചാൽ ശുഭമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഒരു പ്രോജക്റ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ മെരിറ്റിലില്ലാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഏജൻസി മറച്ചു വെക്കും. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ സ്ഥലക്കാരോട് നമ്മൾ നേരിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞ് ഏജൻസി പറയും അത് മനസ്സിരിക്കട്ടെ എന്ന് പറയും. എന്താ കാര്യം, അവർ സ്ഥലം കാണിച്ചു കൊടുത്ത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവർ നേരിട്ടായി ഇവർ കമ്മീഷൻ പോകും ഇല്ലേ. അത് കാരണമാണ് അങ്ങനെ പ്രശ്നം. അതുകൊണ്ട് ലാൻഡ് ലോഡിൻ്റെ നമ്പർ ഒരിക്കലും ഇത് ഏജൻസി വെക്കത്തില്ല. പക്ഷേ ഇപ്പം എന്താണ്, രമ്യ നോക്കുമ്പോൾ താഴെ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ നമ്പർ കിടക്കണം. അതിനാണ് ശുഭമാക്കുക എന്ന് പറയണത്. ദൈവം ഒരു ഇടപെട്ട് വേണം. ന്യായമായിട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങൾക്ക് ദൈവം അഡീഷണൽ ഗ്രേസ് തരും. അഡീഷണൽ ഗ്രേസിനാണ്. അത് നമുക്ക് നോട്ട് ബൈ മെറിറ്റാണ്. പക്ഷേ ഉടമ്പടി വർക്ക് ചെയ്യണത് ബഡ് ബൈ ഗ്രേസിലാണ്. ഈ ബഡ് ബൈ ഗ്രേസിൽ അതിൻ്റെ പ്രൊവിഷനുണ്ട്. എന്താണ്, ലാൻഡ് ലോഡ് നമ്പർ ഒക്കെ കൊടുക്കാനുള്ളത്. അപ്പോൾ ദൈവം നേരിട്ട് അത് റെൻറ്റിൽ ഇടപെടുമ്പോഴാണ് ഇങ്ങനെയുള്ള മിറക്കിൾ സംഭവിക്കുന്നത്. അപ്പോൾ ഉടനെ ലാൻഡ് ലോഡിനെ നേരിട്ട് വിളിക്കും. അതായത് വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിക്കും. ഇപ്പം ഞാൻ ലാൻഡ് ലോഡിനൊക്കെ പറഞ്ഞപ്പോൾ എന്താ ഞാൻ പറഞ്ഞു ചേച്ചിയെ കാണാൻ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു അച്ഛൻ്റെ വാക്കിൽ കുറേ ഇംഗ്ലീഷൊക്കെ വരുന്നുണ്ട്, അത് ശരിയാകണില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറിയാതെ തന്നെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ മറന്നുപോയി എന്താ പറയണത്. ഞാൻ ലാൻഡ് ലോഡെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ലാൻഡ് ലോഡെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഉടനെ അതിൻ്റെ മലയാളം പറയും. അപ്പോൾ അതൊന്ന് പറഞ്ഞു ഇവിടെ ഒരു പ്രായമുള്ളവരല്ലേ ശ്രദ്ധിക്കത്തില്ലെന്ന് പറയും. അപ്പോൾ അതാണ് അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇത് വീണ്ടും ഇപ്പോൾ ഇംഗ്ലീഷ് വന്നിട്ടുണ്ട്. എന്താണ് ലാൻഡ് ലോഡ് പോരെ, ആർക്കും മനസ്സിലാകാനാണ്, എല്ലാവർക്കും മനസ്സിലാകത്തില്ല, ക്ഷമിക്കണം. അപ്പോൾ അതിൻ്റെ വീട്ടുടമസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടുടമസ്ഥനെ നേരിട്ട് വിളിച്ചപ്പോൾ രമ്യയ്ക്ക് ഒരു ബുദ്ധി തോന്നി. പറഞ്ഞു സാറേ ഞാനും ഭർത്താവുമുണ്ട്, ഭർത്താവിന് ജോലിയില്ല, ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് ഇപ്പം ഇറങ്ങണം, ഞങ്ങൾ പെരുവഴിയിലാണ്, ആര് തരുന്നതിനേക്കാൾ 50 പൗണ്ട് ഞാൻ തരാം. 50 പൗണ്ട് വരെ ലീഗലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടത്തില്ല. അപ്പം ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പെരുവഴിയിലാകും. ഇവൾ ഉള്ളതുപോലെ തുറന്ന് പറഞ്ഞു. എന്താണ്, മാതാവ് കൂടെ നിൽക്കുന്നു എന്നുള്ള ഉറപ്പാണ്. ഇത് മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ഗ്രേസിലാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ഉടനെ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞേ അത് കുഴപ്പമില്ല, നിങ്ങൾ ക്യാഷായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ വേറെ ആരെയും കാണിക്കണില്ല വീട്, നിങ്ങൾക്ക് തന്നെ വീട് തന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ രൊക്കം കാശും എടുത്ത് വീടെഴുതി കൊടുത്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് രസം. കാരണം വീടെന്ന് പറയുമ്പോൾ സാധാരണ വീട് കിട്ടിയാൽ ആ വീട് മാത്രമേ കിട്ടുള്ളൂ നമുക്ക്. പൈപ്പ് കണക്ഷനും കറണ്ട് കണക്ഷനും ഹീറ്റിങ്ങും അങ്ങനെ ഉള്ള സംഭവങ്ങളെല്ലാം കൂടി കിട്ടണത്. വീട്ടുടമസ്ഥ മേശ കസേര
കിച്ചൻ്റെ കാര്യങ്ങൾ, അതുപോലെയുള്ള ഗ്യാസ്, അതുപോലെ എന്താണ് ഉപയോഗിക്കണം, അങ്ങനെയെല്ലാം നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കേണ്ട പാത്രങ്ങൾ, കിച്ചണിൽ ഉപയോഗിക്കുന്ന പാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വില കൊടുത്ത് വാങ്ങണം. അങ്ങനെയാണ് സാധാരണ ചെയ്യണത്. പക്ഷേ രമ്യ മാതാവ് കൊടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം പോലും വില കൊടുത്ത് മേടിക്കണ്ട. എല്ലാ മുറിയിലും ആവശ്യത്തിന് കട്ടിൽ, ആവശ്യത്തിന് കസേര, ആവശ്യത്തിന് ചട്ടി, പാത്രം, എല്ലാം ഒരു വീടിന് എന്തെല്ലാം വേണം അതെല്ലാമാണ്. അതാണ് ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ. ദൈവം ഈ വിഷയത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ശുഭമാക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ യാത്രയെ അവിടുന്ന് ശുഭമാക്കി എന്ന് വെച്ചാൽ ദൈവം സ്വയം ഏറ്റെടുക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം. മത്തായിയുടെ സുവിശേഷം 7:11 എടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ചവിട്ടിപ്പിടിക്കണ കൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വേണ്ടത്. എങ്ങനെ, അതായത് ഒരു പത്രം, ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി പിടിക്കുകയാണ്, ശുഭമാക്കത്തില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത്, പക്ഷെ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ അവൻ വന്നാലും മതി, അത് അവൻ്റെ കാര്യം, ഞാൻ കൊടുക്കാൻ കൊടുത്ത് ഇങ്ങനെ വല്ല കാര്യമുണ്ടോ? ഇത് ശുഭമാക്കണമല്ല. അവൻ വന്നാലും വന്നില്ല, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ കൊടുക്കാൻ ആളെ കൊടുത്തൊന്ന്. ഇങ്ങനെ പോയാൽ ശുഭമാകത്തില്ല, അശുഭമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവേ. ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത അനുഭവങ്ങൾ പറയും. എൻ്റെ ചേച്ചി അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി. ഞാൻ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ്. അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. അമ്മ കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ 9 പേരെ പിടിക്കും. അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നല്ലൊരു ഉടമ്പടി തൈലമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകണില്ലേ? എന്തിനാണ് കൊണ്ടുപോകണത്? എവിടെയെങ്കിലും ഒരു നിലവിളി കേട്ടെന്ന് പറയുമ്പോൾ ഉടമ്പടി തരം കൊണ്ട് 4 കാലം കൊണ്ട് ഓടുകയാണ്. എന്താ ചെയ്യാണ്? അവർ ഇപ്പം ശരിയാവും, അമ്മ ഇടപെട്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ആശുപത്രി എത്തിയാൽ പോരെ. ഉടനെ അവിടെ നിന്നിട്ട് ആ രോഗിക്ക് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഉടമ്പടി തൈലം പൂശിക്കൊടുക്കും. ആരാണ് ഉടമ്പടി എടുത്ത്? അവർക്ക് നല്ല ഉറപ്പുണ്ട് അവരാ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞാൽ ദൈവം കേൾക്കും, അവർക്ക് ദൈവത്തിന് വേണ്ടി അവർ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല ഉറപ്പുണ്ട്. ഇതൊന്ന് ലോകത്തിൽ ഇറക്കിയിരിക്കുന്ന ഒരു വലയാണിത്. കർത്താവ് പറഞ്ഞ ദൈവരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളും പിടിക്കാൻ വേണ്ടി ഈ കടലിലെറിഞ്ഞ വലയാണെന്ന്. അതാണ് സംശയം. എന്താ കാര്യം? ദൈവത്തിന് എല്ലാ ആത്മാക്കളെയും വേണ്ടി നിങ്ങളുടെ എല്ലാ സങ്കടകാലങ്ങളിലും നിങ്ങൾ ഏത് ജാതി, ഏത് തരക്കാരനായാലും ഇനി മുതൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു അവസരം ദൈവം തന്നുകൊണ്ട് നിങ്ങളുടെ കണ്ണുനീര് ഒപ്പാൻ വേണ്ടി ദൈവത്തിൻ്റെ സംവിധാനം ഉടമ്പടി കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. നിങ്ങൾ കൈകൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന. ലോകം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരു ദിവസം 2-3 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ട് ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, നല്ല വിശ്വാസത്തോടെ കൂടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഹല്ലേലൂയ, പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും രോഗാതുരമായ സ്ഥലങ്ങളുടെ കൈകൾ മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ വെക്കണം. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അച്ഛനല്ല സുഖപ്പെടുത്തുന്നത്, മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ ചെയ്യുന്നതിന് നമ്മൾ ഒരു നിമിത്തവും നിയോഗവുമാകുകയാണ്. ശ്രുതികട. ഹല്ലേലൂയ, കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന
കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. സ്തുതിക്കട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാ. കൃപാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ, ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന അങ്ങയുടെ മക്കളെ സ്പർശിക്കണ പ്രാർത്ഥിക്കുന്ന അടിപ്പഴ പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, കരളിലേക്ക് കർത്താവേ എല്ലാ ആന്തരിക അവയവങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങള്, പേശികള്, സിസ്റ്റുകള്, മുഴകള്, ക്യാൻസർ രോഗങ്ങള് കർത്താവിൻ്റെ ശബ്ദത്താൽ, കർത്താവിൻ്റെ സാമീപ്യത്താൽ, കർത്താവിൻ്റെ സ്പർശത്താൽ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിതരംഗ സ്പണ്ടിലോസ് അസുഖങ്ങള്, പ്രോസ്റ്റേറ്റ് അസുഖങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള്, യേശുവിൻ്റെ നാമത്തിൽ ഫിക്സ് രോഗങ്ങള്, അപസ്മാ രോഗങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, കരൾ രോഗങ്ങള്, നടുവിലിൻ്റെ വേദനകള്, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങള്, യേശുവിന് കാഴ്ചയില്ലാത്ത അവസ്ഥകള്, മുക്കിൽ ദിശ വളരുന്ന അവസ്ഥകള്, കർത്താവിൻ്റെ നാമത്തിൽ, തൊണ്ടയുടെ അസുഖങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങള്, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വലിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വാതരോഗങ്ങള്, കലരോഗങ്ങൾ. സംഗീതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാലും ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെ അവിടെയുണ്ട്. ഈ ആരാധന ശക്തിയാൽ നിങ്ങളെ സ്പർശിച്ച സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി, പുതുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്നു, പക്ഷെ മറ്റ് പ്രൊസീജിയറൊന്നും നടന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ നാട്ടിൽ പരീക്ഷ എഴുതുന്ന മക്കൾ, നാട്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ വിഷയങ്ങൾ, തോക്കുമെന്ന് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ജപ്തി നടപടി നേരിടുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ജീവിത മാർഗമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, 10 പൈസയുടെ വരുമാനമില്ലാതെ വേദനിക്കാൻ, വിഷമിക്കുക, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനവും ലഹരിയും അതിന് അടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നവർ, നാട്ടിലെ ഭീഷണി, ഗുണ്ടകളുടെ ഭീഷണി, പലതരത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ യൂണിയൻകാരുടെ പ്രോബ്ലംസ്, പലതരത്തിലുള്ള യൂണിയൻ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നവർ, പലതരത്തിലുള്ള ഓഫീസർമാർ, ജോലിക്കാർ, ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ, സർവീസ് പ്രോബ്ലംസ്, ഇങ്ങനെ ഓരോ വിഷയത്തിനും വരും ദൈവികമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട എല്ലാ കാര്യങ്ങളിലും മേൽ കർത്താവിൻ്റെ കൈ സുരക്ഷിതമാക്കാനും പരിശുദ്ധ അമ്മ നിന്റെ മാധ്യസ്ഥ നിനക്ക് എന്തിനു വേണം നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളെക്കുറിച്ച് നീ ഇപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക. ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ, യേശുവിന്റെ ശബ്ദത്തിലേക്ക് കൊടുക്കട്ടെ, ശ്രുതിക്കട്ടെ. ചിലർ നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട് ശ്രുതിക്കട്ടെ. അവർക്ക് കർത്താവ് ആത്മധൈര്യം തരുന്ന സമയമാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അറിയിപ്പുകള്. പ്രേക്ഷിത ശുശ്രൂഷ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് 1 കൊല്ലമോ 2 കൊല്ലമോ ജീവിതകാലം മുഴുവനോ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ 8281 297511 ഇത് വാട്സപ്പ് നമ്പർ.